ആഗോള എണ്ണ വിപണിയുടെ പ്രധാന ശക്തി സഖ്യങ്ങളിൽ നിന്ന് UAE പിന്മാറുന്ന സമയത്ത് അത് രാജ്യാന്തര ഊർജ്ജ രംഗത്ത് വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാക്കിയേക്കും. 2026 മെയ് 1 മുതൽ എണ്ണ ഉൽപ്പാദനവും അതിൻ്റെ കയറ്റുമതിയും UAE സ്വതന്ത്രമായി തന്നെ ചെയ്യും. ഇതോടുകൂടി 50 വർഷത്തിലേറെ നീണ്ട ഒരു സഹകരണത്തിന് കൂടിയാണ് വിരാമമാകുന്നത്. എണ്ണ ഉൽപ്പാദനത്തിനൊപ്പം പുതിയൊരു വഴി ആഗോള ഊർജ്ജ വിപണിയിൽ ഉണ്ടാക്കാൻ ഈ തീരുമാനത്തിന് സാധിച്ചേക്കും. വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ഉൽപ്പാദനത്തിൽ മാറ്റം വരുത്താൻ സാധിക്കുന്നത് UAEയുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾക്കും കരുത്ത് പകർന്നേക്കും. 2019 ഖത്തർ പുറത്തുപോയതിന് പിന്നാലെ ഒപെക് വിടുന്ന രണ്ടാമത്തെ പ്രധാന ഗൾഫ് രാജ്യമായി UAE മാറുകയും ചെയ്യും. രാജ്യത്ത് വരുന്ന 1-2 ദിവസം പൊടി നിറഞ്ഞ കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുകയാണ്. അതുമാത്രമല്ല, ചൂടും വർദ്ധിച്ചേക്കും. 44 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കുമെന്നാണ് മുന്നറിയിപ്പായിട്ട് പറയുന്നത്. ഈ ചൂടിങ്ങനെ കൂടുന്ന സമയത്ത് നമ്മൾ ജാഗ്രത കൂടി പാലിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തമാണ് ഉണ്ടായത്. ഈ തീപിടുത്തം ഉണ്ടാവുകയും കിലോമീറ്ററുകളോളം മുകളിലേക്ക് പുക വലിയ രീതിയിൽ ഉയരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഷാർജ സിവിൽ ഡിഫൻസ് പെട്ടെന്ന് എത്തുകയും തീ അണക്കുകയും നിയന്ത്രണ വിധേയമാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതേ പ്രദേശത്ത് വെയർ ഹൗസുകൾക്കും തീപിടിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചൂട് കൂടുന്ന സമയത്ത് ഇതുപോലുള്ള തീപിടുത്ത സാഹചര്യവും സാധ്യതയും ഒക്കെ ഉണ്ടാവും. ഇത് മുന്നിൽ കണ്ടുകൊണ്ടുകൂടി നാം മുന്നോട്ട് പോകണം. വേനലിന് മുമ്പ് സീസൺ അവസാനിപ്പിക്കാനിരിക്കുന്ന ദുബായ് സഫാരി പാർക്കിൽ മികച്ച ഓഫറുകൾ അധികൃതർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെയ് 31 വരെയാണ് ഈ ഓഫർ ഉണ്ടായിരിക്കുക. മുതിർന്ന ഒരാൾ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ 12 വയസ്സിന് താഴെയുള്ള 2 കുട്ടികൾക്ക് ദുബായ് സഫാരി പാർക്കിൽ പ്രവേശനം സൗജന്യമായിരിക്കും. ഈ ബൈ ടു ഗെറ്റ് ടു ഫ്രീ ആനുകൂല്യം നിങ്ങൾ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടോ ഒക്കെ ടിക്കറ്റ് എടുത്താൽ ഉണ്ടായിരിക്കും. മെയ് 31 വരെയാണ് ദുബായ് സഫാരി പാർക്കിന്റെ പ്രവർത്തനം ഉണ്ടായിരിക്കുക. ഈ സമയം വരെ ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കും. കേരളത്തിൽ ഇപ്പോൾ അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു പവർ കട്ട് വന്നല്ലോ. അതായത് വൈദ്യുതി കട്ട് വന്നിട്ട് ഈ കനത്ത ചൂടിൽ ഉരുകി ഒലിച്ച് പല ബന്ധുക്കളും കൂട്ടുകാരൊക്കെ പ്രവാസികളായിട്ടുള്ള നമ്മളെ വിളിച്ചിട്ടുണ്ടാവും, അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് തന്നെ ദുബായിൽ നിന്ന് വരുന്ന ഒരു കണക്കുകൾ, അതായത് ദുബായിൽ പവർ കട്ട് ഉണ്ടായത് വർഷത്തിൽ 49 സെക്കൻഡ് മാത്രമാണ്. ദുബായിൽ വൈദ്യുതി മുടങ്ങിയിട്ടുള്ളത് ഒരു കൊല്ലത്തിൽ 49 സെക്കൻഡ് മാത്രമാണെന്ന് പറയുന്ന സമയത്ത് ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി ഈ ഒരു കാര്യത്തിൽ ചരിത്രം കുറിക്കുകയാണ്. കാര്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും വർഷത്തിൽ ഒരു 15 മിനിറ്റൊക്കെ പവർ കട്ടായിട്ട് അല്ലെങ്കിൽ വൈദ്യുതി കട്ടുണ്ടായതായിട്ട് രേഖപ്പെടുത്താറുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ദുബായ് ഇക്കാര്യത്തിൽ ലോക റെക്കോർഡ് സ്വന്തമാക്കുന്നത്.